ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. നമ്മൾ ഇന്ന് ഡുവോ വേഴ്സസ് സ്ക്വാഡാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ പീക്കിലോട്ട് ചാടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ പീക്കിലോട്ടാണ് നമ്മൾ ഗൈസ് ചാടി വെക്കുന്നത്. ചാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല എനിമിയുണ്ട് ചൊത്തടുത്ത് ഗായ്സ്. നമ്മൾ ചാടിയിട്ടുണ്ട്. നമ്മളെ അടുത്ത് നമുക്ക് തോക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഒരു മറ്റേ എൻ്റെ പേര് ആ തോക്കിൻ്റെ മിനിയം മേറ്റോ അങ്ങനെ കണ്ടൊക്കെയാണ് ഗായ്സ്. ഒരുത്തൻ പുറകിൽ നമ്മൾ അടിച്ചിട്ട് ഗായ്സ്. നമ്മളത് കണ്ടില്ല ഗായ്സ്. നമ്മൾ അടിച്ചിട്ടത് ഗായ്സ്. നമ്മൾ പിന്നെ ഡുവോ വേഴ്സസ് സ്ക്വാഡാണ്. ഇത് നമ്മുടെ കൂട്ടുകാരനാണ് ടെട്രാക്ലോൺ. അത് നമ്മുടെ കൂട്ടുകാരനാണ്. പൊക്കി വിടും ഗായ്സ്. ഇവൻ അവൻ്റെ അടുത്ത് അവൻ പറയുന്നുണ്ട് പൊക്കിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. 700 ടോക്കണായി. അവന് ഇനി പൊക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫസ്റ്റ് തന്നെ ചത്തുപോയി. നമ്മൾ പീക്കി ചാടിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ കളിയൊക്കെ എടുത്തേനെ. ഫസ്റ്റ് തന്നെ നമ്മൾ പീക്കിലോട്ട് ചാടിയതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഇവൻ്റെയിലും മറ്റേ ഇവോ P90 ഗൈസ്. ഗൈസ് മൊത്തം എനിമിയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറേ പ്രശ്നമൊക്കെ ഉണ്ട്. അവൻ കറങ്ങിപ്പോയി പൊക്കാനാണോ പ്ലാനെന്ന് അറിയത്തില്ല ഗൈസ്. എന്തായാലും പൊക്കി വിടണം, എന്നാലേ നമുക്കിനി ആക്കി നടക്കത്തുള്ളൂ. അപ്പം ഇവൻ്റെ മറ്റേ വേറെ എവിടെയാ പോയി പൊക്കി വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ അങ്ങോട്ട് പോട്ടെ. പീക്കി പൊക്കിയ അവനും ചാവും. അപ്പം നമ്മൾ വൈപ്പാവും. അതിനെക്കാട്ടി നല്ലത് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പൊക്കട്ടെ. അവൻ ഇവിടെ ഇവിടെ നോക്കാന്നാണ് പറഞ്ഞത്. ഇവിടെ എനിമി കുറവാണ്, ഒരുത്തരേ ഉള്ളു. അവനെ അടിച്ചിടുവോ? അവന് പീനൻ്റെ വെച്ച് നെക്കിയിട്ടുണ്ട്. ഇനി ആവുമ്പോൾ നമ്മളെ പൊക്കട്ടെ ഗൈസ്. അവൻ നമ്മളങ്ങനെ പൊക്കിയിരിക്കുന്നു. നമുക്ക് പീക്കിലോട്ട് തന്നെ ഇറങ്ങാം. പീക്ക് ഇറങ്ങിയിട്ട് നമ്മളൊക്കെ ഒന്ന് തിരിച്ചു വല്ലണ്ടേ. ഇല്ലെങ്കിൽ എന്ത് കളി. അവനെ കാണുവാണെങ്കിൽ ഗൈസ് നമ്മൾ തിരിച്ച് വന്നിരിക്കും ഗൈസ്. നമ്മുടെ പടക്കുതിരെ തന്നെയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇനി മേളിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് UMP തന്നെ കിട്ടി. വാവ് നൈസ്. UMPയും കിട്ടി, പ്ലാസ്മയും കിട്ടി, മെഡിക്കിറ്റൊക്കെ ഉണ്ട്, ഇൻഹേലർ എല്ലാം കിട്ടുന്നുണ്ട് ഗൈസ്. പാരഫെല്ല്, വുഡ്പക്കർ കിട്ടി. അതിന് വണ്ടാപ്പാണ് ഗൈസ്. ഈ കളി വുഡ്പക്കറിനെ വണ്ടാപ്പാണ് ഗൈസ്. ഞാനാണ് പറയുന്നത്. വുഡ്പക്കറിനെ വണ്ടാപ്പ് എന്തായാലും കാണും ഗൈസ്. ഒരു പൊട്ടാസും കൂടെ കിട്ടിയിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. A94 കിട്ടിയത്. A94 നമുക്ക് വേണ്ട. ഇനി വുഡ്പക്കറിനൊന്നും വേണ്ട ഗൈസ്. നമ്മൾ സ്നൈപ്പറിന് ചേർത്തിട്ട് സ്നൈപ്പറിന് കളിക്കത്തുള്ളൂ. ബട്ട് നമ്മൾ ഈ കളി ഇതിട്ടാണ് ഗൈസ് കളി ചെയ്തത്. ഈ കളി നമ്മൾ വണ്ടാപ്പ് അടിച്ചാണ് കളിക്കുന്നത്. ഇവിടെ കൊത്തൊന്നും വല്ലക്കുറിച്ച് നോക്കും. ഒരു പൊട്ടാസ് ഇവർക്ക് തന്നൂടെ. ഇവർക്ക് പൊട്ടാസും തന്നു. നല്ല വൈരാഗ്യമുണ്ട്. ഒരു പൊട്ടാസും കൂടെ കിട്ടിയിരുന്നെങ്കിൽ പൊളിയായതിനെ ഗൈസ്. ഗൈസ് നമുക്കപ്പോൾ നമുക്ക് അവൻ്റെ കൂടെ പോവാം ഗൈസ്. ക്ലോണിൻ്റെ കൂടെ പോവാം. നമ്മളൊറ്റക്ക് നിന്നാൽ ചാകും. എന്നാൽ ഡുവോ വേഴ്സസ് സ്ക്വാഡാ. ഒരു സ്ക്വാഡെല്ലാം വന്ന് ഞാൻ വൈപ്പെടുക്കാനും അതൊക്കെ ശരി പാടാണ്. കഴിഞ്ഞ മാച്ചൊന്നും ആരും കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് ഇത് കാണാൻ വരിക. അതിൽ നമ്മൾ ഒരുത്തർ നമ്മൾ കുത്തി പിടിച്ചിട്ടിട്ടുണ്ട് വുഡ്പക്കറിന്. ഹെഡ് ഷോട്ടും കയറിയായിരുന്നു. നമ്മളെ ചെറുക്കാനും തൊട്ടാ അവന് ജീവിതമില്ല. ഒരുത്തനെ കുത്തി പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മെഡ് അടിക്കാം. മെഡ് അടിച്ചിട്ട് പിന്നെയും പോവാം. അതുകൊണ്ട് അവൻ്റെ ഫൂട്ട് കളിക്കുന്നു. അവനെ വണ്ടാപ്പടിച്ചിട്ടുണ്ട്. അടുത്തതിനെ വണ്ടാപ്പടിച്ചിട്ടുണ്ട് ഗൈസ്. ഈ കളി ഫുള്ള് വണ്ടാപ്പിൻ്റെ പൂരമാണ് ഗൈസ്. ഞാൻ പറഞ്ഞത് ഒരു പിന്നെ കാണിച്ചു തരാം. വണ്ടാപ്പ് മാത്രമേ കാണത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ ഒരു പൊട്ടാസും കൂടെ കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. പൊട്ടാസും പക്ഷേ എടുക്കണം. പൊട്ടാസ് ഉണ്ടെന്ന് തോന്നുന്നു അവൻ്റെ ഇത് കണ്ടില്ല ഗൈസ്. ഗൈസ് അവൻ്റെ പൊട്ടാസ് ഉണ്ട്. നമുക്ക് പൊട്ടാസ് എടുക്കാം. പൊട്ടാസ്
ഇനി പൊട്ടാസിൻ്റെ കളിയായിരിക്കും. ഇനി പൊട്ടാസിൻ്റെ കളി. ഷോട്ടി വന്നാൽ പൊട്ടാസിൻ്റെ എല്ലാത്തിനും അടിച്ചിടും. ഇത് ക്യാനാണ് പറയുന്നത്. ഗൈസ് ഇനി ഇവിടെ എനിമി ഉണ്ടോ ഗൈസ്? ഇപ്പോൾ നമുക്ക് 3 കില്ലായിട്ടുണ്ട്. ഇനി 28 പേര് സ്റ്റിൽ അലൈവാണ് ഗൈസ്. ഗൈസ് ഈ കളി പോയി അടിയോ? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തു ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും വിലപ്പെട്ടതാണ് ഗൈസ്. നമ്മളിപ്പോൾ എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ലക്ഷ്യമൊന്നുമില്ല. കുറച്ച് ലൂട്ടിട്ടുണ്ട്. ഡ്രോപ്പ് അറിയാം ഗൈസ്. ഇതിൽ നിന്നെല്ലാം AWM ആകാനാണ് സാധ്യത കൂടുതൽ. SVD വുഡ്പക്കർ മതി. SVD വേണ്ട. വുഡ്പക്കർ ഉണ്ട്, SVD ഉണ്ട്, വുഡ്പക്കർ. പക്ഷേ എന്തൊക്കെ ഈ പറയുന്നത്? വുഡ്പക്കർ ഉണ്ട്, വുഡ്പക്കർ. ഏത് തോക്കാണ് ഫസ്റ്റ് കിട്ടുന്ന ആ തോക്ക് വെച്ച് കളിക്കുക. SVD വുഡ്പക്കർ ഒഴിച്ച് SVD വുഡ്പക്കറാണ് ഫസ്റ്റ് കിട്ടുന്ന ആ തോക്ക് വെച്ച് കളിക്കും. എന്തൊക്കെ ഈ പറയുന്നത് ഗായ്സ്? നമ്മളിപ്പം ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആർസണലിൽ നമ്മൾ കയറിയിരിക്കുന്നത്. പക്ഷെ പ്രയോജനം ഉണ്ടോയെന്നറിയത്തില്ല. ഗായ്സ് SVD വൈ ഒക്കെ ഉണ്ട് ഗായ്സ്. നമ്മുടെ കൂട്ടുകാരനും വന്നിട്ടുണ്ട് ഗായ്സ്. അടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇതല്ലേ പറഞ്ഞ വുഡ്പക്കർ എല്ലാം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വണ്ടാ പഠിച്ച് പൊളിക്കും. വുഡ്പക്കർ കിട്ടിയാൽ മതി. നമ്മൾ വണ്ടാപ്പിൽ പൂരമായിരിക്കും. നമ്മൾ വുഡ്പക്കറിന് മാസം അറിയാമല്ലോ എല്ലാവർക്കും. വുഡ്പക്കറും എല്ലാം കിട്ടിയാൽ എല്ലാ കളിയും വുഡ്പക്കർ കിട്ടുമല്ലോ വണ്ടാപ്പിൽ പൊളിക്കും. എല്ലാ കളിയും ഇതേപോലെ വുഡ്പക്കർ കിട്ടിയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ എല്ലാ കളിയും വണ്ടാപ്പിടിക്കാമല്ലോ. നമ്മൾ ഹീൽ പിസ്റ്റൽ വൈയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഹീൽ പിസ്റ്റൽ വൈ ഒരു വിഷയ സാധനം. അത് പൊളിയാണ്. അവിടെ മെഡിക്കിറ്റൊക്കെ കിടക്കുന്നു. നമുക്ക് ആ മെഡിക്കിറ്റ് എടുക്കാം. ഇവൻ്റെ M80 SKS വരുന്നത്. നമുക്ക് സോഡൊന്നും വേണ്ട. ഈ വണ്ടി പൊളി വണ്ടിയാണ്, പക്ഷേ വേണ്ട. ഇപ്പം നമുക്ക് 4 കില്ല് 23 പേരല്ലേ. എല്ലാവരും പെട്ടെന്ന് ചാകുവാണല്ലോ. അതെന്താണ് നമുക്കിപ്പം വെറുതെ ഓടി നടക്കാം. എനിമീടെ കിട്ടുവാണെങ്കിൽ കൊല്ലാം. മഷ്റൂം എടുക്കുന്നുണ്ട് ഗായ്സ്. നമുക്ക് ടാക്സി പഠിച്ചൊക്കെ കയറാം ഗായ്സ്. പുതിയ എമോട്ട് വന്ന് നിങ്ങളാരെങ്കിലും കണ്ടായിരുന്നു? ആ എമോട്ട് ഫ്രീ ഫയർ പറ്റിയ ആ 12 എത്ര CS കളിക്കുമ്പോൾ കിട്ടുന്ന വിഷയ എമോട്ടാണ് ഗായ്സ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ് നമ്മുടെ ലൈഫ് മൊത്തം കുറഞ്ഞ് ഇതിറങ്ങിയതാണ് സംഭവം. മല ഇറങ്ങുമ്പോൾ ഇത് കുറയുമ്പോൾ വലിയ അലമ്പാണ് ഗൈസ്. അവൻ നമുക്ക് അടിച്ചത് നമ്മൾ അവനിക്ക് അടിച്ചു കൊടുത്ത്. ഫ്രണ്ട്ഷിപ്പേ ഏത് നമുക്ക് നേരെ ഓടാം. ഗൈസ് അവിടെ ഒരു എനിമീനെ കണ്ട് നമ്മൾ ആർസണലിൽ അങ്ങോട്ട് പോവാണ്. ആർസണലൊരു എനിമി അങ്ങോട്ട് വെച്ച് പിടിക്കാം. ആർസണലിൽ എനിമിയുണ്ട്. ദേ ഗൈസ് സംഭവമാണ്. സാധനം വണ്ടാപ്പിടിക്കാൻ നോക്കി. പക്ഷെ 46 കയറിയുള്ളൂ. പൊട്ടാസിനോട് അവനെ പൊട്ടാസിന് അടിച്ചിട്ടുണ്ട് ഗായ്സ്. പൊട്ടാസിന് 5-6 അടിയെടുത്ത് അവനെ എടുത്തിട്ടുണ്ട്. നമുക്കിനി മെഡ് അടിക്കാം. ഇല്ല ഉണ്ടാവും. അവൻ മറ്റേ ഹീൽ പിസ്റ്റൽ വെച്ച് അടിച്ച് വരുന്നുണ്ട്. പൊട്ടാസ് ചീസ് വേണം കേട്ടോ. മറ്റേ ബുയാപ്പാസ് എടുത്തോണ്ടേ അതിൽ പൊട്ടാസാണ്. അതുകൊണ്ട് സ്കിന്നുണ്ട്. അതിൻ്റെ വിഷയ സാധനം കളിച്ചിട്ട് നല്ല ഇതാണ്.
മറ്റേ നമുക്ക് നല്ല ഡാമേജ് തന്നു. ഒരടിക്കേ ഉള്ളായിരുന്നു നമ്മൾ. പിന്നെ നമ്മൾ അറിയാമല്ലോ നമ്മൾ സ്കില്ലഡാന്ന്. നമ്മളെ സ്കില്ല് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ പിടിച്ചു നിന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴേ തോക്കണ്ടേ, പക്ഷേ എപ്പോഴേ നോക്കാണ്ടാണ്. നോക്കായ മറ്റേ അടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കാര്യം നമുക്ക് 5 കില്ലായിട്ടുണ്ട്. 12 അലൈവ് ഉണ്ട്. ഇനി 12 പേരും 11 പേരുണ്ട് ഗൈസ്. പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാർ തീരുവാണല്ലോ. നമ്മുടെ മുന്നിലാണ് ആളും വരുന്നില്ല. 5-6 വണ്ടാപ്പൊക്കെ അടിക്കണം. മറ്റേ ലെവൽ 4 വെസ്റ്റൊക്കെ കിട്ടി ആർസനലിൽ നിന്ന്. ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സൂപ്പർ മെഡൊക്കെ എടുത്തേക്കാം. നമുക്ക് നേരെ ഓടാം. ഇതേ ഒരു എനിമി സാധനം വണ്ടാപ്പടിക്കാൻ നോക്കി കിട്ടിയില്ല. ഗൈസ് 2 പേരുണ്ട്. കയറി നമ്മളമാരെ കൊട്ടാസ് വെച്ചടിക്കുന്നുണ്ടോ. ഗൈസ് നമ്മളെ ഡാമേജ് വരുന്നുണ്ട്. മറ്റേനെ അടിച്ചിട്ട് മറ്റേ രക്ഷകൻ വന്നു. ഗൈസ് നമ്മളെ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ അവൻ നമ്മുടെ ഫ്രണ്ട് നമുക്ക് വേണ്ടി അവനെ അടിച്ചിട്ടിട്ടുണ്ട്. അവർ 2 പേരും അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു സൂപ്പർ നെറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഇല്ലെങ്കിൽ വേറൊരു എനിമിയൊന്നും മശക്കിയിട്ട് നമുക്ക് പോയേക്കാം ഗൈസ്. ഇനി മറ്റേ റിവെഞ്ച് എടുക്കാനെല്ലാം വരുമോ? ഓക്കെ ഗൈസ് നമുക്ക് പോകാം. നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഗൈസ്. ഫൈനൽ 10 പേരാണ് ഗൈസ്. നമുക്ക് നേരെ ഓടാം. ഗൈസ് നമ്മുടെ ഫ്രണ്ടിന് ഇവിടുന്ന് അടി കിട്ടിയിട്ടുണ്ട്. അവനെ അടിച്ചിരിക്കും ഗൈസ്. ഇനി 8 പേരും കൂടെ ഉള്ളു. അവനിക്ക് നല്ല അടി കിട്ടി. എവിടുന്നാന്ന് നമ്മൾ കണ്ടില്ല ഗൈസ്. എവിടുന്നാന്ന് പുറകിൽ ഇവന് മിക്കതും നമ്മൾ പൊട്ടാസ് വെച്ച് അടിച്ചിട്ട് വരും. ഇവന് വേണ്ടാപ്പിക്കാൻ പറ്റില്ല. ഒരു 95 കൊടുത്തു ഗൈസ്. ടീം വൈപ്പ് അടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ അവന്. നമുക്കിനി നേരെ താഴത്തോട്ട് ചാടാം. ഗൈസ് നമ്മുടെ ലൈഫ് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് മെഡ് അടിക്കാം. അവൻ ഞാൻ വിചാരിച്ചു അവൻ നോക്കായിരുന്നു ഗൈസ്. അവൻ നോക്കായെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അവൻ നോക്കായില്ല. ഇനി എത്ര പേരുണ്ട്? 6 കില്ല്. ഇനി ഒരു സ്ക്വാഡാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 2v4 ആയിരിക്കും. എനിമീനൊന്നും കാണുന്നില്ല ഗൈസ് ഇവിടെ എവിടെയെങ്കിലും. ഇനി ഒരു സ്ക്വാഡാണോ? അല്ല, ഒരു സ്ക്വാഡല്ല, എന്തായാലും 3 പേരാണോ? ഇത് ഞങ്ങളെപ്പോലെ ഡുവോ കളിക്കുന്നതാണോ എന്താണെന്ന്. ഒരു ഡുവോയും ഒരു സിംഗിൾ പീസും ആണെന്ന് അറിയത്തില്ല ഗൈസ്. നേരെ വണ്ടി എടുത്തിട്ട് എനിമീനെ തപ്പിയുള്ള യാത്ര ഗൈസ്. ഇനി 2 പേരും കൂടെ ഉള്ളു. അതേണ്ട ഒരുത്തൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അടിച്ചിട്ടുണ്ടാകും ഗൈസ്. നമുക്കൊരു വണ്ടാപ്പ് എടുക്കാം. ടീം വൈപ്പ്. അവള് 2 അടി വിളിച്ചാലും അവനെടുത്തു ഗൈസ്. ഇനി ഒരുത്തനും കൂടെ ഉള്ളു. ഏതവനാണെന്ന് അറിയത്തില്ല ഗൈസ്. ഒരുത്തൻ സിംഗിൾ പീസ്. എന്തായാലും അവനെ നമ്മൾ അടിച്ചിട്ടിരിക്കും ഗൈസ്. എന്തായാലും അവനെ നമ്മൾ അടിക്കും. ഇവനെ കാണുന്നില്ലല്ലോ. അതിൻ്റെ മേളിലാണോ എന്നൊരു ഡൗട്ട്. അതിൻ്റെ മേലാണ്. നമ്മളെ കൂട്ടുകാരൻ്റെ മേളിൽ അടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവിടെ തന്നെയാണ്. നമ്മൾ നല്ല ഡാമേജ് കൊടുത്താണ്. നമുക്ക് നൈഡ് എറിയാം. അല്ല, ഈ സാധനത്ത് എറിയാം. ഓക്കെ ഗൈസ് അവൻ നമ്മളെ നോക്കിയിട്ടിട്ടുണ്ട്. അവനിക്കല്ല അവൻ ഡാമേജ് കിട്ടി. അവൻ നമ്മളെ നോക്കിയിട്ടു. നമ്മുടെ വെസ്റ്റ് പൊട്ടിയിട്ടില്ല. ജസ്റ്റ് വെസ്റ്റ് പൊട്ടിയതിന് നമ്മുടെ ടീമേറ്റ് പൊക്കിയിട്ടുണ്ട്. ഇവനെ എങ്ങനെയും അടിച്ചെടുക്കണം കഴിച്ചു. ഇവനെടുത്താൽ കൈ കഴിച്ചു. നമ്മൾ അങ്ങനെ സൂപ്പർ മെഡ് അടിച്ച് വെസ്റ്റ് റിപ്പയർ ചെയ്ത് നമ്മളിങ്ങനെ അടിച്ചിരിക്കും. സോണും നമുക്കാണ്. ഇന്നത്തെ ചിത്രമുള്ളൂ. പെട്ടെന്ന് വീഡിയോ കാണാം. പീസ് ആവും.